PSLV-C57 ആദിത്യ L1 മിഷൻ ISRO വിക്ഷേപിക്കുന്നത് 2023 സെപ്റ്റംബർ 2-നാണെന്ന് ഓർത്തിരിക്കുക. 2023 സെപ്റ്റംബർ 2-നാണ് PSLV-C57 ആദിത്യ L1 എന്ന മിഷൻ ISRO വിക്ഷേപിക്കുന്നത്. ഇത് വിക്ഷേപിക്കുന്നത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നിട്ടാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. ഈ മിഷൻ PSLVയുടെ 59ാമത് ഫ്ലൈറ്റ് ആണെന്ന് കാണാം. PSLV-C57 എന്നത് PSLVയുടെ 59ാമത് ഫ്ലൈറ്റാണ്. PSLV-C58 എന്ന മിഷൻ എക്സ്പോസാറ്റിന് വിക്ഷേപിച്ച മിഷൻ 60ാമത് ഫ്ലൈറ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് PSLV-XL കോൺഫിഗറേഷൻ്റെ 25ാമത് മിഷനാണ്. PSLV-XL കോൺഫിഗറേഷൻ. PSLVക്ക് വിവിധതരം കോൺഫിഗറേഷനുണ്ട്. വ്യത്യസ്തതരം കോൺഫിഗറേഷൻ അഥവാ വ്യത്യസ്തതരം വേരിയൻറ്റുകളുണ്ട്. PSLVയുടെ വേരിയൻറ്റുകളുണ്ട്. ആ വേരിയൻറ്റുകൾ ഏതെല്ലാമാണെന്ന് മറ്റൊരു മിഷനുമായി ബന്ധപ്പെട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, എല്ലാവരും കാണുക. PSLV-XL എന്ന കോൺഫിഗറേഷനാണ് ഏറ്റവും കൂടുതൽ ഭാരം വഹിക്കാൻ ശേഷിയുള്ള PSLVയുടെ ഒരു വേരിയൻറ്റ്. ഓക്കെ, ഇതിൻ്റെ വേരിയൻറ്റുകളുടെ ഭാരം വാഹക ശേഷി തീരുമാനിക്കുന്നത് അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്ട്രാപ്പ് ഓൺ മോട്ടറുകളുടെ എണ്ണമാണെന്ന് കൂടി ഓർത്തിരിക്കുക. XL കോൺഫിഗറേഷനിൽ 6 സ്ട്രാപ്പ് ഓൺ മോട്ടറുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ PSLV ആദിത്യ L1 മിഷനെക്കുറിച്ച് പറഞ്ഞാൽ, ആദിത്യ L1 എന്നത് ആദിത്യ എന്ന സാറ്റലൈറ്റിനെ L1 എന്ന ഒരു പോയിന്റിലേക്ക് എത്തിക്കുന്ന മിഷനാണ്. ആദിത്യ എന്ന സാറ്റലൈറ്റിനെ, ആദിത്യ എന്ന് പറഞ്ഞാൽ എന്താണ് സംസ്കൃതത്തിൽ? സൺ എന്നാണ് അർത്ഥം. ആ പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹമാണിത്. സ്പേസ് ഒബ്സർവേറ്ററി ക്ലാസ്സിലുള്ള സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് ആദിത്യ L1 എന്ന ഉപഗ്രഹം. ആദിത്യ L1 എന്ന ഉപഗ്രഹം സ്പേസ് ഒബ്സർവേറ്ററി ക്ലാസ്സിൽ ഇന്ത്യ സൂര്യനെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് എന്നോർത്തിരിക്കുക. ആദിത്യ എന്ന പേരിൽ തന്നെ അതുണ്ട് അല്ലേ? അതുപോലെ തന്നെ L1 എന്നത് എന്താണ്? L1 എന്നത് ലഗ്രാഞ്ചെ പോയിൻ്റ് എന്ന് പറയും. L1 എന്നത് ലഗ്രാഞ്ചെ പോയിൻ്റ്. എന്താണ് ലഗ്രാഞ്ചിയൻ പോയിൻ്റ് അല്ലെങ്കിൽ ലഗ്രാഞ്ചെ പോയിൻ്റ് എന്നൊക്കെ പറയുന്നത്? ഇത് സൂര്യനും ഭൂമിക്കുമിടയിലുള്ളൊരു പോയിൻ്റാണെന്ന് ഓർത്തിരിക്കുക. ഈ ലഗ്രാഞ്ചിയൻ പോയിൻറ്റിനെ കുറിച്ചിട്ട് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഇത്രമാത്രം ഓർത്തിരിക്കുക, ഇത് സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ഒരു പോയിൻ്റാണ്. ഈ പോയിൻറ്റിലേക്കാണ് ആദിത്യ എന്ന സാറ്റലൈറ്റിനെ നമ്മൾ എത്തിക്കേണ്ടത്. സാധാരണഗതിയിൽ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുമ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്നും നിശ്ചിത ഭ്രമണപഥത്തിലെത്തിച്ച് അത് ഭൂമിയെ വലയം വയ്ക്കുകയാണ് ചെയ്യുക. എന്നാൽ ഈ ഉപഗ്രഹം ഭൂമിയെ വലയം വയ്ക്കുന്നതിന് പകരം ഏകദേശം 1.5 മില്യൺ കിലോമീറ്റർ അഥവാ 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഒരു ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെ ഉള്ള ഒരു പോയിന്റിലാണ് ഈ പറയുന്ന ആദിത്യ L1നെ എത്തിക്കേണ്ടത്. ഈ പോയിന്റാണ് L1 അഥവാ ലഗ്രാഞ്ചെ പോയിന്റ് 1. വിവിധതരം ലഗ്രാഞ്ചെ പോയിന്റുകളുണ്ട്, അതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പായിട്ട് ഇതൊന്ന് ഓർത്തിരിക്കുക. ആദിത്യ L1 നമ്മൾ ആദിത്യ എന്ന് പറഞ്ഞ സാറ്റലൈറ്റിനെ PSLV ഉപയോഗിച്ച് വിക്ഷേപിച്ചു. അത് ഒരു ലോ എർത്ത് ഓർബിറ്റിലേക്ക് വിക്ഷേപിച്ചതിന് ശേഷം അതിലെ സ്ട്രാപ്പ് ഓൺ മോട്ടറുകളെല്ലാം വർക്ക് ചെയ്ത് ലാം എന്ന് പറയും. ലാം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അപ്പോജി മോട്ടർ. ഓക്കെ, LAM, ലാം. ഇതാണ് ലാം. ഓക്കെ, ഈ ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിക്വിഡ് അപ്പോജി മോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള മോട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നിശ്ചിത ഭ്രമണപഥം ഇത് ഉയർത്തി, ആ ഭ്രമണപഥം പടിപടിയായി ഉയർത്തി ഒരു ഹാലോ ഓർബിറ്റ്, ഒരു ഹാലോ ഓർബിറ്റിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഇത് 1.5 മില്യൺ അഥവാ 15 ലക്ഷം കിലോമീറ്റർ അകലെ സൂര്യനും ഭൂമിക്കുമിടയിലുള്ളൊരു പോയിൻ്റാണ്. ആ പോയിന്റിൽ ഒരു ഹാലോ ഓർബിറ്റ്, ആ ഹാലോ ഓർബിറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് ഒരു പ്രത്യേക മാസ്, ഒരു ബോഡി മാസിനെയല്ല ഇത് വലയം ചെയ്യുന്നത്. ഇത് ഒരു ബോഡി മാസ് ഇല്ലാതെ തന്നെ ഒരു ശൂന്യതയിൽ തന്നെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർബിറ്റിനെയാണ് നമ്മൾ ഹാലോ ഓർബിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഒരു സാറ്റലൈറ്റിന് അത് ഭ്രമണം ചെയ്യണമെങ്കിൽ ഒരു ബോഡി മാസ് വേണം. ഭൂമിക്ക് ചുറ്റും സാറ്റലൈറ്റുകൾ ഭ്രമണം ചെയ്യുന്ന പോലെ, അതുപോലെ ചന്ദ്രന് ചുറ്റും സാറ്റലൈറ്റുകൾ ഭ്രമണം ചെയ്യുന്നത് പോലെ ഇന്ത്യ ആദ്യമായാണ് ഒരു ഹാലോ ഓർബിറ്റ് അഥവാ ശൂന്യതയിൽ ഭ്രമണം ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് ഈ ഒരു ഉപഗ്രഹത്തിനെ എത്തിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ സ്പേസ് ഒബ്സർവേറ്ററി ക്ലാസ്സിൽപ്പെടുന്ന ആദ്യത്തെ ഉപഗ്രഹമല്ല ആദിത്യ L1 എന്നത്. അതിനു മുമ്പ് ഒരു സ്പേസ് ഒബ്സർവേറ്ററി ക്ലാസ് ഉപഗ്രഹം ഇന്ത്യ വിക്ഷേപിച്ചിട്ടുണ്ട്. ഏതാണെന്ന് പറയാമോ? എല്ലാവർക്കും അറിയാം അല്ലേ? ആസ്ട്രോസാറ്റ് എന്ന ഉപഗ്രഹമായിരുന്നു.
ആ ഉപഗ്രഹത്തിന് ശേഷം സ്പേസ് ഒബ്സർവേറ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപഗ്രഹമാണ്. എന്നാൽ സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ടുള്ള ആദ്യത്തെ ഉപഗ്രഹമാണ് എന്ന് കാണാം. ഓക്കെ, സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ടുള്ള ആദ്യത്തെ ഉപഗ്രഹമാണ്, ഇന്ത്യ അയക്കുന്ന ആദ്യത്തെ ഉപഗ്രഹമാണ് ആദിത്യ L1 എന്നത്. ആദിത്യ എന്ന് പറയുന്നതാണ് ഉപഗ്രഹത്തിൻ്റെ പേര്. L1 എന്നത് അത് പ്ലേസ് ചെയ്തിരിക്കുന്ന പോയിന്റിൻ്റെ പേരാണ്. അതിനാണ് ലഗ്രാഞ്ചെ പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് ലഗ്രാഞ്ചെ പോയിന്റ് എന്ന് നോക്കാം. ഈ ലഗ്രാഞ്ചെ പോയിന്റ് എന്ന് പറയുന്നത് സൂര്യനും, ഞാൻ പറഞ്ഞു സൂര്യനും ഭൂമിക്കും ഇടയിലുള്ളൊരു പോയിന്റാണെന്ന് പറഞ്ഞു. ഈ സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ആ പോയിന്റിനെ നിശ്ചയിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പോയിന്റ് നിശ്ചയിക്കപ്പെടുന്നത്? അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതായത് സൂര്യന് ഏറ്റവും ഭൂമിയേക്കാൾ ഒരുപാട് മടങ്ങ് മാസ് കൂടിയിട്ടുള്ളൊരു ആകാശഗോളമാണ് സൂര്യൻ, ഒരു നക്ഷത്രമാണ് സൂര്യൻ അല്ലേ? ആ സൂര്യന് ഭൂമിയുടെ 10 മടങ്ങ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഗ്രാവിറ്റേഷൻ അഥവാ ഗുരുത്വാകർഷണ ബലം അല്ലേ? ആ ഗുരുത്വാകർഷണ ബലം വളരെയധികം കൂടുതലാണ് സൂര്യന്. ആ ഗുരുത്വാകർഷണ ബലത്തിന് മൂലമാണ് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം സൂര്യനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൂമിയും സൂര്യൻ്റെ ഗുരുത്വാകർഷണത്തിൽ പെട്ടിട്ട് വലയം ചെയ്യുന്നൊരു ഗ്രഹം തന്നെയാണ്. എന്നാൽ ഭൂമിയുടെ അടുത്ത് ഭൂമിക്കും ഗുരുത്വാകർഷണ ബലമുണ്ട് അല്ലേ? ആ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലവും സൂര്യൻ്റെ ഗുരുത്വാകർഷണ ബലവും ഒന്നു ചേരുന്ന ഏകദേശം ഈക്വൽ ആകുന്ന ഒരു പോയിൻ്റാണ്. സൂര്യൻ്റെ ഗുരുത്വാകർഷണ ബലവും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലവും ഈക്വലായിട്ട് മാറുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ L1 എന്ന് പറയുന്നത്. ഇതാണ് ആ പോയിന്റ്. ഭൂമിയുടെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലങ്ങൾ ഈക്വലായിട്ട് മാറും. ഇവിടെ ഈക്വലായിട്ട് ഈ ചിത്രത്തിൽ നോക്കൂ, ഇവിടെ ഈക്വലായിരിക്കുന്നു. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം സൂര്യൻ്റെ ഗുരുത്വാകർഷണ ബലവും ഏകദേശം ഈക്വലായിട്ട് അവിടെ ഒരു ഇക്വിലിബ്രിയം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ഒരു ശൂന്യത ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ഒരു സമതുലിതാവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അവിടെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഉപഗ്രഹത്തിന് ഏത് ഗുരുത്വാകർഷണ ബലത്തിലും ഭൂമിയുടെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ആകർഷണമില്ലാതെ തന്നെ വളരെ കുറഞ്ഞ ഇന്ധന ചെലവിൽ അവിടെ ചുറ്റിക്കറങ്ങാൻ സാധിക്കും. ഓക്കെ, ഭൂമിയുടെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ വലയത്തിൽപ്പെടാതെ ഒരു പ്രത്യേക പോയിന്റിൽ തന്നെ അത് നിൽക്കും. അതിനെയാണ് ഈ പറയുന്ന ലഗ്രാഞ്ചെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലഗ്രാഞ്ചെ പോയിന്റുകൾ 5 വിധമുണ്ട്. സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിലെന്ന് പറഞ്ഞ ഒരു പോയിന്റ്, അതാണ് L1 എന്ന് പറയുന്നത്. ആ L1ലാണ് ആദിത്യ എന്ന സാറ്റലൈറ്റിനെ ഇന്ത്യ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ L2 എന്ന പോയിന്റ് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഭൂമിക്കും സൂര്യനും നേർരേഖയിൽ വരുന്ന പോലെ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ L2 എന്നൊരു പോയിന്റ് ഉണ്ട്. അതിന് ലഗ്രാഞ്ചെ പോയിന്റ് 2 ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാം. ഇവിടെയും ഭൂമിയുടെയും സൂര്യൻ്റെയും ഗ്രാവിറ്റേഷൻ ഫോഴ്സുകൾ ഈക്വിലിബ്രിയത്തിൽ ആയിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ L3 എന്ന പോയിന്റ് ഉണ്ട്. സൂര്യനും ഭൂമിക്കും ആ നേർരേഖയിൽ തന്നെ സൂര്യനപ്പുറത്ത് L3 എന്ന പോയിന്റിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഭൂമിയുടെ ഭ്രമണപഥത്തിലാണെന്ന് കാണാം. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നൊരു പോയിന്റാണ് L3 എന്ന പോയിന്റ്. അതുപോലെ തന്നെ L4, L5 എന്നീ പോയിന്റുകളുണ്ട്. അതും ഭൂമിയുടെ ഭ്രമണപഥത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. L4, L5, L3. ഓക്കെ, ടോട്ടൽ 5 ലഗ്രാഞ്ചെ പോയിന്റ് ഉണ്ട്. L1, L2, L3. ഇത് നേർരേഖയിൽ വരുന്ന പോയിന്റുകൾ. അതിന് ഒരു ട്രയാങ്കിൾ പോലെ L4ഉം L5 ഉണ്ട്. ഓക്കെ, ഇതാണ് ലഗ്രാഞ്ചെ പോയിന്റ്. എന്താണ് ഈ ലഗ്രാഞ്ചെ എന്ന പേര് വരാൻ കാരണം? ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ലഗ്രാഞ്ചെ. ജോസഫ് ലൂയിസ് ലഗ്രാഞ്ചെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എന്നാൽ ഇതിൽ L1, L2, L3 എന്ന പോയിന്റുകൾ കണ്ടുപിടിച്ചത് ലഗ്രാഞ്ചയ്ക്കും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ കണ്ടുപിടിക്കപ്പെട്ടു. അതൊരു സ്വിസ് മാത്തമാറ്റീഷ്യനായിരുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിന് ശേഷമാണ് ജോസഫ് ലൂയിസ് ലഗ്രാഞ്ചെ L4ഉം L5 എന്ന പോയിന്റുകൾ കണ്ടുപിടിക്കുന്നത്. പിന്നീട് അതിന് കൃത്യമായിട്ടുള്ള വിശദീകരണവും അദ്ദേഹം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പറയുന്ന പോയിന്റുകൾ അറിയപ്പെടുന്നത്, ലഗ്രാഞ്ചെ പോയിന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ലഗ്രാഞ്ചെ പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ലഗ്രാഞ്ചെ പോയിന്റുകളിൽ വിക്ഷേപിച്ചിരിക്കുന്ന മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ ഏതെല്ലാം എന്ന് കൂടി ഓർത്തിരിക്കാം. ഈ ലഗ്രാഞ്ചെ 1 അഥവാ L1ൽ വിക്ഷേപിച്ചിരിക്കുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം നമുക്ക് എല്ലാവർക്കും അറിയാം, ആദിത്യ അല്ലേ? അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളും ഈ L1 എന്ന പോയിന്റിൽ വിക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലെ ആദ്യത്തേത് ഡിസ്കവർ എന്നറിയപ്പെടുന്ന ഡീപ് സ്പേസ് ക്ലൈമറ്റ് ഒബ്സർവേറ്ററി എന്നറിയപ്പെടുന്ന നാസ വിക്ഷേപിച്ചൊരു ഉപഗ്രഹമുണ്ട്. ലിസ പാത്ത് ഫൈൻഡർ എന്നറിയപ്പെടുന്ന ഒരു ഉപഗ്രഹം യൂറോപ്യൻ സ്പേസ് ഏജൻസിയും നാസയും ചേർന്ന് വിക്ഷേപിച്ചത് ലിസ പാത്ത് ഫൈൻഡർ LPF. അതുപോലെ തന്നെ സോളാർ ഹീലിയോസ്ഫെറിക് ഒബ്സർവേറ്ററി എന്ന ഒരു ഉപഗ്രഹം, അതും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും നാസയും ചേർന്ന് വിക്ഷേപിച്ചതാണ്. അത് L1ലുണ്ട്. അതുപോലെ തന്നെ വിൻഡ് എന്ന ഒരു ഉപഗ്രഹം ഇപ്പോഴും L1 പോയിന്റിലുണ്ട്, നാസ വിക്ഷേപിച്ചതാണത്. ഇതെല്ലാം L1ൽ ഇപ്പോൾ ഓപ്പറേഷണലായിട്ടുള്ള മിഷനുകളാണ്. അതുപോലെ തന്നെ L2 എന്ന പോയിന്റിലും
ഓപ്പറേഷണലായിട്ടുള്ള ഉപഗ്രഹങ്ങളുണ്ട്. അതേതെല്ലാം ഒന്ന് നോക്കാം. L2 എന്ന പോയിന്റിൽ ഓപ്പറേഷണലായിട്ടുള്ള ഉപഗ്രഹമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉപഗ്രഹം എന്ന് പറയുന്നത് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പാണ്. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്. അതുകൂടാതെ ഗയ പ്രോബ്, ഈ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ, റഷ്യൻ ജർമ്മൻ സ്പേസ് ഏജൻസികളുടേതായിട്ടുള്ള സ്പെക്ട്ർ RG, അതുപോലെ തന്നെ യൂക്ലിഡ് മിഷൻ, യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ യൂക്ലിഡ് മിഷൻ, ഇത്രയും മിഷനുകൾ ലഗ്രാഞ്ച് പോയിന്റ് 2-ൽ ഓപ്പറേഷണലായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ നമ്മൾ ആദിത്യ L1 മിഷനുമായി ബന്ധപ്പെട്ട് ആദിത്യ എന്ന സാറ്റലൈറ്റിനെ കുറിച്ച് പഠിച്ചു. അത് പ്ലേസ് ചെയ്തിരിക്കുന്ന L1 എന്ന പോയിന്റിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ L1 എന്നത് ലഗ്രാഞ്ച് പോയിന്റ് ആണെന്ന് പഠിച്ചു. ആ ലഗ്രാഞ്ച് പോയിന്റുകൾ 5 വിധമുണ്ടെന്ന് പഠിച്ചു. L1, L2, L3, L4, L5 എന്നിങ്ങനെയുള്ള 5 വിധമുള്ള പോയിന്റുകളെക്കുറിച്ച് വിശദമായി പഠിച്ചു. ആ പോയിന്റുകളിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന മറ്റു ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലേ. മറ്റു രാജ്യങ്ങളുടെ സ്പേസ് ഏജൻസികളുടെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ഇനി പഠിക്കേണ്ടത് ആദിത്യ L1 മിഷനുമായി ബന്ധപ്പെട്ടിട്ട് ആദിത്യ L1 മിഷൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്തൊക്കെയാണെന്ന് പഠിക്കണം. നമുക്കറിയാം സൂര്യനെ കുറിച്ച് പഠിക്കുന്നതിനായിട്ടാണ് ആദിത്യ L1 വിക്ഷേപിച്ചത് പഠിച്ചു അല്ലേ. ആ വിക്ഷേപിച്ചത് എപ്പോഴാണെന്ന് നമ്മൾ പറഞ്ഞത് സെപ്റ്റംബർ 2, 2023 ആദിത്യ L1 വിക്ഷേപിച്ചതെന്ന് പറഞ്ഞു. അതിനുശേഷം അത് 16 ദിവസം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ, ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കറങ്ങിയതിനു ശേഷം അത് പിന്നീടൊരു ട്രാജക്ടറി, അത് ആ പറയുന്ന ഭ്രമണപഥം പടിപടിയായി ഉയർത്തി ഏകദേശം 110 ദിവസങ്ങൾ എടുത്തുകൊണ്ടാണ് അത് അതിൻ്റെ കൃത്യമായിട്ടുള്ള L1 എന്ന ലഗ്രാഞ്ച് പോയിന്റിലേക്ക് എത്തിയത്. ആ 110 ദിവസങ്ങൾ കൊണ്ട് ലഗ്രാഞ്ച് പോയിന്റിലേക്ക് എത്തി. അതെത്തിയത് ജനുവരി 2024 ജനുവരി 6-നാണ് ആദിത്യ എന്ന സാറ്റലൈറ്റ് L1 എന്ന പോയിന്റിലുള്ള ഹാലോ ഓർബിറ്റിലേക്ക്, സണ്ണിൻ്റെ ആ ഒരു L1 എന്ന പോയിന്റിലുള്ള ഹാലോ ഓർബിറ്റിലേക്ക് എത്തുന്നത് ജനുവരി 6-ാം തീയതിയാണെന്നും കൂടി ഓർത്തിരിക്കുക. 2024 ജനുവരി 6-ാം തീയതിയാണെന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആദിത്യ L1 മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്ന് നോക്കാം. ആദിത്യയുടെ സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ പറഞ്ഞു. എങ്കിലും ആ സൂര്യനെക്കുറിച്ച് പഠിക്കുന്നത്, സൂര്യൻ്റെ എന്തിനെല്ലാമാണ് കുറിച്ച് പഠിക്കുന്നതെന്ന് കൂടി അറിഞ്ഞിരിക്കണം. സൂര്യന് വിവിധങ്ങളായിട്ടുള്ള ലെയറുകളുണ്ട്. ഭൂമിക്ക് ലെയറുകളുള്ള പോലെ തന്നെ സൂര്യനും വിവിധങ്ങളായിട്ടുള്ള പാളികളും അന്തരീക്ഷവും ഒക്കെയുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, എല്ലാവരും ഒന്ന് കാണുക. ഓക്കെ, സൂര്യൻ്റെ ഫോട്ടോസ്ഫിയർ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ കൊറോണ, അതുപോലെ തന്നെ ക്രോമോസ്ഫിയർ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാകും. സൂര്യൻ്റെ ഏറ്റവും ഉപരിതലത്തിൽ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ദ സ്പേസ് ക്രാഫ്റ്റ് ക്യാരീസ് 7 പേലോഡ്സ് ടു ഒബ്സർവ് ദ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ ആൻഡ് ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ദ സൺ, ദ കൊറോണ, യൂസിങ് ഇലക്ട്രോമാഗ്നറ്റിക് ആൻഡ് പാർട്ടിക്കിൾ ഡിറ്റക്ടേഴ്സ്. എന്താണ് പറയുന്നത്? സൂര്യൻ്റെ ഫോട്ടോസ്ഫിയറിനെയും ക്രോമോസ്ഫിയറിനെയും ഔട്ടർമോസ്റ്റ് ലെയറായിട്ടുള്ള, ഏറ്റവും പുറമെയുള്ള ലെയറായിട്ടുള്ള കൊറോണ എന്ന ഭാഗത്തെയും കുറിച്ചിട്ട് പഠിക്കുന്നതിനായിട്ട്, ആ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക്കും അഥവാ പാർട്ടിക്കിൾ ഡിറ്റക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങളെല്ലാം ഘടിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു സാറ്റലൈറ്റാണ് ആദിത്യ എന്ന് പറയുന്ന സാറ്റലൈറ്റ്. എത്ര പേലോഡുകളാണ്, എത്ര നിരീക്ഷണവും പരീക്ഷണവും ചെയ്യാൻ കഴിയുന്ന ഉപകരണങ്ങളാണ് ആദിത്യയിൽ ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 7 പേലോഡുകളാണ്. ആദിത്യ മിഷനുമായി ബന്ധപ്പെട്ട് എത്ര പേലോഡുകളാണ് നമ്മൾ അയച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാലും 7 പേലോഡുകളാണെന്ന് പറയണം. ഓക്കെ, ആ 7 പേലോഡുകൾ ഏതാണെന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അതിനു മുമ്പ് ഈ പറയുന്ന ദൗത്യത്തെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക. ഈ സൂര്യൻ്റെ ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും പുറമെയുള്ള, നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഭാഗത്തിനെയാണ് ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുകളിൽ ക്രോമോസ്ഫിയർ ഉണ്ട്. അതിന് ഏറ്റവും മുകളിലായിട്ട് കൊറോണ എന്ന ഭാഗമുണ്ട്. ഓക്കെ, ഈ കൊറോണ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് വിസിബിൾ ആവില്ല. അത് വിസിബിൾ ആകുന്നത് സൂര്യഗ്രഹണ സമയത്താണ്. ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായിട്ടും മറച്ചിരിക്കുന്ന വേളയിൽ അതിൻ്റെ വശങ്ങളിലൂടെ നമുക്ക് കൊറോണയെ നമുക്ക് ദൃശ്യമാകും. ആ സമയത്ത് മാത്രമേ കൊറോണ എന്ന ഭാഗത്തെക്കുറിച്ച് നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ കൊറോണയുമായി ബന്ധപ്പെട്ടും ഫോട്ടോസ്ഫിയറുമായി ബന്ധപ്പെട്ടും ഒരുപാട് ഫിനോമിനനുണ്ട്, അതായത് പ്രതിഭാസങ്ങൾ അരങ്ങേറുന്നുണ്ട് ഈ പറയുന്ന സൗരയൂഥത്തിൽ. സോളാർ വിൻഡ്, അതുപോലെ സോളാർ ഫ്ലയറുകൾ, അതുപോലെ തന്നെ കൊറോണൽ മാസ് എജക്ഷൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഒരു പ്രതിഭാസങ്ങൾ ഈ പറയുന്ന കൊറോണയുമായിട്ടും സൂര്യൻ്റെ അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്നുണ്ട്. അത് ഭൂമിക്ക് ഒരുപാട് ഹാംഫുള്ളായിട്ട് വരുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട്. അത്തരം ഭൂമിയുടെ അന്തരീക്ഷത്തിനും ഭീഷണി ഉയർത്തുന്ന തരത്തിലേക്ക് അത് മാറുന്ന ഒരു ഘട്ടമുണ്ട്. അത്രയും ആ ഭീഷണി ഉയർത്തുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഈ പറയുന്ന സോളാറുമായി ബന്ധപ്പെട്ടുള്ള സൂര്യനുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത്തരം ഭീഷണികളാണെന്ന് കൂടി ഓർത്തിരിക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള ഫെനോമിനനാണ് കൊറോണൽ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഈ കൊറോണൽ ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഈ കൊറോണയുടെ
സാധാരണഗതിയിൽ സൂര്യൻ്റെ ഉപരിതല ആണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് കാണേണ്ടത്. സൂര്യൻ്റെ ഏറ്റവും അകക്കാമ്പ് എന്ന് പറയുന്ന ഭാഗത്താണ് സൂര്യൻ്റെ ഏറ്റവും കൂടുതൽ ഹീറ്റുള്ള ഭാഗം. എങ്കിലും ഉപരിതലത്തിലും അത്യാവശ്യം ഹീറ്റ് ഉണ്ട്. ആ ഹീറ്റിനേക്കാൾ കൂടുതലാണ് സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നും ഏറെ അകലെയുള്ള കൊറോണയ്ക്കുള്ളത്. ഓക്കെ, സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള ഫോട്ടോസ്ഫിയറിനേക്കാൾ 10 മടങ്ങ് ഹീറ്റാണ് കൊറോണയ്ക്കുള്ളത്. അതെന്തുകൊണ്ടാണ്, ആ പ്രതിഭാസം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കൊറോണൽ ഹീറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കൊറോണൽ മാസ് ജംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രതിഭാസമുണ്ട്. ആ പ്രതിഭാസം എന്താണെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഒരു ഏകദേശം ഒരു ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൊറോണൽ പ്രതിഭാസം എന്താണെന്ന്. ഇതാണ് കൊറോണൽ മാസ് ജംഗ്ഷൻ അഥവാ CME എന്ന് പറയുന്ന CME എന്ന് പറയുന്നിട്ടുള്ളൊരു പാർട്ട്. ഓക്കെ, ഇതിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും കൊറോണൽ മാസ് ജംഗ്ഷൻസ്. അതായത് സൂര്യൻ്റെ ഉപരിതലം ഇപ്പോൾ ചേർന്നിട്ട് സൂര്യൻ്റെ ഉപരിതലത്തിലൊരു സ്ഫോടനം പോലെ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാസ്മയും അതിശക്തമായിട്ടുള്ള വിപുലമായിട്ട് വളരെയധികം മാസ്സായിട്ടുള്ള പ്ലാസ്മയും അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുകളും പുറന്തള്ളപ്പെടുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് പ്ലാസ്മയും പുറന്തള്ളപ്പെടുന്നു. ഇത് അങ്ങോട്ട് വ്യാപിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ വലിപ്പം കൂടി അത് അങ്ങോട്ടേക്ക് വ്യാപിച്ച് ഗ്രഹങ്ങളിലേക്ക് എത്തുന്നു. സാധാരണഗതിയിൽ സോളാർ വിൻഡുകളാണ് എല്ലാ ഗ്രഹങ്ങളിലേക്കും സോളാർ വിൻഡുകൾ എത്താറുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം ശേഖരിച്ചുകൊണ്ട് നമുക്ക് സാധാരണഗതിയിൽ പഠനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഈ കൊറോണൽ മാസ് ജംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിനോമിനൻസ് ചില ഘട്ടങ്ങളിൽ നടക്കാറുണ്ട്. ആ കൊറോണൽ മാസ് ജംഗ്ഷൻസ് നമ്മളുടെ അന്തരീക്ഷത്തിന് തന്നെ വൈപ്പ് ഔട്ട് ചെയ്ത് അന്തരീക്ഷത്തിന് വളരെയധികം ഭീഷണി ഉയർത്തുന്നൊരു പ്രതിഭാസമാണ്. അത്തരം ഭീഷണി നേരിടുന്നത് സാധാരണഗതിയിൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡാണ്. സാധാരണഗതിയിൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡാണ് ഇത്തരം കൊറോണൽ മാസ് ജംഗ്ഷൻസ് അതുപോലെ സോളാർ ഫ്ലെയർ അതിമാരകമായിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുകളെല്ലാം പ്രതിരോധിക്കുന്നത്. സാധാരണ നമ്മളുടെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അന്തരീക്ഷം അതേ ഗതിയിൽ തന്നെ അന്തരീക്ഷത്തിന് വലിയ ഭീഷണിയൊന്നുമില്ലാതെ നിലനിൽക്കുന്നത് തന്നെ ഈ നമ്മളുടെ ഭൂമിയുടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, എന്നാൽ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ ഓവർകം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു വലിയൊരു മാസ് ജംഗ്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷം തന്നെ വൈപ്പ് ഔട്ട് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത്തരം സാധ്യതകളെല്ലാം അത്തരം അപകടാവസ്ഥയെല്ലാം കുറിച്ച് പഠിക്കുന്നതിനായിട്ടാണ് പ്രധാനമായിട്ടും അപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന സൂര്യനുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. ഓക്കെ, ഇതാണ് കൊറോണൽ മാസ് ജംഗ്ഷൻസ്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ടാണ് പ്രധാനമായിട്ടും ആദിത്യ L1 വിക്ഷേപിച്ചിരിക്കുന്നത്. നമ്മളുടെ ലോകത്തിൻ്റെ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭൂമിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ടാണ് നമ്മളുടെ വിക്ഷേപിച്ചിട്ടുള്ള ഉപഗ്രഹം തന്നെയാണ് ആദിത്യ L1. ഓക്കെ, ഓർത്തിരിക്കുക. അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്, ഭാരതത്തിനും ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പഠനം നമ്മൾ എന്തുകൊണ്ടാണ് ഹാലോ ഓർബിറ്റ് അഥവാ ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൂര്യനടുത്തുള്ള ഒരു L1 എന്ന പോയിന്റിൽ വെച്ച് നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് കൂടി ഓർത്തിരിക്കാം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഭൂമിയിൽ സൂര്യനിൽ നിന്നും ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ ഭൂമിയിലേക്ക് പ്രവഹിക്കുന്നുണ്ട് അല്ലേ? ഏതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളാണ് ഭൂമിയിലേക്ക് പ്രവഹിക്കുന്നത്? ഗാമ, എക്സ്റേ, അതുപോലെ തന്നെ ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്ന ഏകദേശം എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളും ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്നും പ്രവഹിക്കുന്നുണ്ട്. ഓക്കെ, ഇത്തരം വേവുകൾക്ക് മനുഷ്യന് അഥവാ ഭൂമിയുടെ അന്തരീക്ഷത്തിലെയും ജീവജാലങ്ങൾക്കുമെല്ലാം ഹാംഫുള്ളായിട്ട് അപകടാവസ്ഥയിലേക്ക് നയിക്കുന്ന അൾട്രാവയലറ്റ് പോലുള്ള രശ്മികളെല്ലാം തടയുന്നത് ഓസോൺ പാളികൾ തട്ടിപ്പോകുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുണ്ട്. അത്തരം ഹാംഫുള്ളായിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെല്ലാം ഭൂമിക്ക് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാതെ തന്നെ അത് വിസരണം ചെയ്തു പോവുകയാണ്, സ്കാറ്ററിങ് ചെയ്തു പോവുകയാണ് പതിവ്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ അന്തരീക്ഷവും അതിനെയെല്ലാം പ്രതിരോധിക്കുന്നു. എന്നാൽ അങ്ങനെ പ്രതിരോധിക്കുമ്പോൾ നമുക്ക് ആ ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട അൾട്രാവയലറ്റ് മറ്റ് രശ്മികളെക്കുറിച്ചോ കൂടുതലായിട്ട് പഠിക്കാനുള്ള സാധ്യതയില്ലാതാകുന്നു. ഭൂമിയിലെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് നിന്നിട്ടൊരു ഉപഗ്രഹത്തിന് അത്തരം മാഗ്നറ്റിക് ഫീൽഡുകളെ കുറിച്ചിട്ട് മറ്റു രശ്മികളെക്കുറിച്ചും പഠിക്കുന്നതിനായിട്ടുള്ളൊരു അപ്രായോഗികതയുണ്ട്. ആ അപ്രായോഗികത തന്നെ കാരണമായിട്ടാണ്, ആ അപ്രായോഗികത കാരണം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നും വിദൂരമായിട്ടുള്ള ഒരു ഓർബിറ്റ്, ഒരു പോയിന്റ് നമ്മൾ സ്വീകരിച്ചത്. അവിടെയാകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് എവിടെ വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് രശ്മികളെയും സൂര്യനിൽ നിന്ന് വരുന്ന എല്ലാ കണികകളെ കുറിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, അതാണ് പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി CME കുറിച്ച് പഠിച്ചു, കൊറോണൽ മാസ് ജംഗ്ഷനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു
വ്യത്യസ്തങ്ങളായിട്ടുള്ള 7 പേലോഡുകൾ ഇതിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് വിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ആ വിക്ഷേപിച്ചിരിക്കുന്ന 7 പേലോഡുകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നിലവിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെയും ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് തന്നെ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ചോദ്യങ്ങളുടെ ഒരു രീതിയാണ്. നമ്മളുടെ ഇപ്പോഴത്തെ LDC ഏതൊരു എക്സാം ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഏതൊരു എക്സാമിനും സാധാരണ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ധാരാളം കണ്ടുവരുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അത് ശരിയാണോ തെറ്റാണോ എന്നെല്ലാം ഡിസൈഡ് ചെയ്യാൻ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ഇതിനെ പൂർണ്ണമായിട്ടും ദൂരീകരിക്കത്തക്ക രീതിയിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിന് വളരെ എനിക്ക് എന്നാൽ കഴിയുന്ന വളരെയധികം സിമ്പിളായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ പേലോഡുകളെ കുറിച്ചിട്ട് നമുക്കൊന്നുകൂടി നോക്കാം. ഈ പേലോഡുകൾ എന്ന് പറയുന്നത് നിരീക്ഷണ ഉപകരണങ്ങളാണ്. പരീക്ഷിക്കാനും നിരീക്ഷിക്കാനുമുള്ള ഉപകരണങ്ങളാണ്. ഓക്കെ, ഇതിൽ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് റിമോട്ട് സെൻസിങ് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. റിമോട്ട് സെൻസിങ് പേലോഡുകളുണ്ട്. 4 പേലോഡുകൾ, 7 പേലോഡുകളിലെ 7 ഉപകരണങ്ങളിലെ 4 എണ്ണം നിരീക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ, അത് ഈ പറയുന്ന പോയിന്റിൽ നിന്നുകൊണ്ട് സൂര്യനെ നിരീക്ഷിക്കുന്നു. സൂര്യൻ്റെ ഫോട്ടോസ്ഫിയറിനെ കുറിച്ചും ക്രോമോസ്ഫിയറിനെ കുറിച്ചിട്ടും കൊറോണയെക്കുറിച്ചും എല്ലാം നിരീക്ഷിക്കുന്നു. ഓക്കെ, ആ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ് VELC എന്ന വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉപകരണം. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്ന ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കൊറോണ ഇമേജിംഗ് ആൻഡ് സ്പെക്ട്രോസ്കോപ്പി എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. കൊറോണയെ ഇമേജിങ് ചെയ്യുക, കൊറോണയുടെ ഇമേജിനെയൊക്കെ പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ ആ ഇമേജിനെ അനലൈസ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് പ്രധാനമായിട്ടും ഈ പറയുന്ന വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉപകരണമുണ്ട്. ഇത് അൾട്രാ വയലറ്റ് അല്ലേ, ഫോട്ടോസ്ഫിയറിനെ കുറിച്ചും ക്രോമോസ്ഫിയറിനെ കുറിച്ചും കൊറോണയെക്കുറിച്ച് വിസിബിൾ VELCയും ഫോട്ടോസ്ഫിയറും ക്രോമോസ്ഫിയറിനെ കുറിച്ചും പഠിക്കുന്നതിനായിട്ടാണ് ഇത് സ്യൂട്ട്, സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഉപകരണം. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് അല്ലേ, പൂനെയിലുള്ള ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിലാണ്. ഓക്കെ, അതുപോലെ തന്നെ സോളക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉപകരണമുണ്ട്. സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ. ഓക്കെ, സോഫ്റ്റ് എക്സ്റേയെ കുറിച്ചിട്ടുള്ള പഠനത്തിന് എക്സ്റേ തന്നെ 2 വിധമുണ്ട്. സോഫ്റ്റ് എക്സ്റേ ഉണ്ട്, ഹാർഡ് എക്സ്റേ ഉണ്ട്. സോഫ്റ്റ് എക്സ്റേ നമുക്കറിയാം, നമ്മളുടെ എല്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ് എക്സ്റേ ആണല്ലേ. അതുപോലെ തന്നെ ആ എക്സ്റേ ആണ് സോഫ്റ്റ് എക്സ്റേ. ഓക്കെ, ആ സോഫ്റ്റ് എക്സ്റേയെ കുറിച്ച് പഠിക്കുന്നതിനായിട്ടാണ് ഈ സോളക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോളക്സ് ആ എസ്ഒയിൽ തന്നെ അറിയാം അല്ലേ, സോഫ്റ്റ് എക്സ്റേ. ഓക്കെ, സോളാറാണ് യഥാർത്ഥത്തിൽ, പക്ഷേ സോഫ്റ്റ് എക്സ്റേ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഹൈ എനർജി ഓർബിറ്റിംഗ് L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ, അതായത് ഹാർഡ് എക്സ്റേയെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ഹീലിയോസ് എന്നാണ് ഇതിൻ്റെ ചുരുക്കപ്പേര്. ഹീലിയോസ് അല്ലേ, ഹാർഡ്, ഹീലിയോസ് എന്ന് പറയുമ്പോൾ ഹാർഡ് എക്സ്റേ, അങ്ങനെ ഓർത്തിരിക്കാം. ഓക്കെ, അത് UR റാവു, ഈ 2 ഉപകരണങ്ങളും UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ, ISROയുടെ സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിർമ്മിതികളും നിർമ്മിക്കുന്നത് UR റാവു സാറ്റലൈറ്റ് സെൻറ്ററാണ്. അതുപോലെ തന്നെ ISROയുടെ വിക്ഷേപണ വാഹനങ്ങൾ നിർമ്മിക്കുന്നത് നമുക്കറിയാം VSSC ആണ് അല്ലേ. VSSCയിലാണ് വിക്ഷേപണ വാഹനങ്ങളുടെ നിർമ്മിതിയെല്ലാം VSSCയിലും, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിക്ഷേപണ വാഹനങ്ങൾ USSCയിലും, അതുപോലെ തന്നെ ഈ സാറ്റലൈറ്റുകൾ പ്രധാനമായും നിർമ്മിക്കുന്നത് UR റാവു സാറ്റലൈറ്റ് സെൻറ്ററാണ്. UR റാവു സാറ്റലൈറ്റ് സെൻറ്ററിൽ നിർമ്മിച്ചതാണ് സോളക്സും ഹീലിയോസും. മറ്റ് 2 ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് 2 ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 4 റിമോട്ട് സെൻസിങ് പെലോഡുകളാണ്. ഓക്കെ, അതിൽ കൂടാതെ ഇതിൽ ഇൻസിറ്റു പെലോഡ്സ് ഉണ്ട്. എന്താണ് ഇൻസിറ്റു എന്നർത്ഥമാക്കുന്നത്? ഇൻസിറ്റു എന്ന് പറയുന്നത് ഏതൊരു വസ്തുവിനെ കുറിച്ചാണോ, ഏതൊരു ഒബ്ജക്റ്റിനെ കുറിച്ചാണോ നമുക്ക് പഠിക്കേണ്ടത്, ആ ഒബ്ജക്റ്റിൽ പോയി ആ വസ്തുവിനെക്കുറിച്ച് പരീക്ഷിക്കുന്ന ഉപകരണത്തിനെയാണ് ഇൻസിറ്റു ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ സൂര്യനെക്കുറിച്ച് പഠിക്കാൻ സൂര്യനിൽ ഇറങ്ങണമെന്നില്ല, സൂര്യൻ്റെ പാർട്ടിക്കിൾസിനെല്ലാം ശേഖരിക്കുന്നു. ഇത് വിൻഡ്, അതുപോലെ തന്നെ പ്ലാസ്മ, ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ, ഇതിനെല്ലാം ശേഖരിച്ചുകൊണ്ട് ആ ശേഖരിച്ചിട്ടുള്ളതിനെ അനലൈസ് ചെയ്യുന്നു. ഓക്കെ, ഇത് സാധാരണ ഭൂമിയിലെ അന്തരീക്ഷത്തിനുള്ളിൽ നിന്നുകൊണ്ടിരിക്കലും ശേഖരിക്കാൻ കഴിയില്ല അല്ലേ. അത് ഇത്തരം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഒരു പോയിന്റിൽ എത്തിയിട്ട്, അത്രയും ഡിസ്റ്റൻസ് ഉള്ള ഒരു പോയിന്റിലെത്തി ആ കിരണങ്ങളെയും പ്ലാസ്മയെയും മറ്റുമെല്ലാം ശേഖരിച്ചുകൊണ്ട് അവിടെ നിന്ന് പഠനം നടത്തുന്നതിനെയാണ് ഇൻസിറ്റു പെലോഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അത്തരം 3 പെലോഡുകളാണുള്ളത്. 3 ഉപകരണങ്ങളാണ്. ഏതൊക്കെയാണ്? ആസ്പെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു
പേലോഡ് ഉണ്ട്. ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആസ്പെക്സ്. ഓക്കെ, ഇതൊക്കെ പേരുകളൊക്കെ ഓർത്തിരിക്കുക. ആസ്പെക്സ് എന്ന് പറയുന്നത് ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ. സോളാർ വിൻഡുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലേ. സോളാർ വിൻഡ് പാർട്ടിക്കിൾസിനെ ശേഖരിച്ചിട്ട് അതിനെന്ത് ചെയ്യും, അനലൈസ് ചെയ്യുന്നു. ഇത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദ്, വളരെ പഴയൊരു ലബോറട്ടറിയാണ്. അഹമ്മദാബാദിലുള്ള ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ലബോറട്ടറിയിലാണ് ഇത് നിർമ്മിച്ചത്. ഓക്കെ, ആസ്പെക്ട്സ്. ഓക്കെ, അതുപോലെ തന്നെ പാപ്പ എന്നറിയപ്പെടുന്ന പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ, അതും സോളാർ വിൻഡ് ആൻഡ് പാർട്ടിക്കിൾ അനലൈസർ തന്നെയാണ്. ഇലക്ട്രോൺസിനെയാണ്. ആദ്യത്തെ ആസ്പെക്ട്സ് പ്രോട്ടോൺസിനെ കുറിച്ചിട്ടും രണ്ടാമത് പാപ്പ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാസ്മ അനലൈസർ ഇലക്ട്രോൺസിനെ കുറിച്ചിട്ടും അനലൈസ് ചെയ്യുന്നു. ആൻഡ് ഹെവിയർ അയോൺസ്. ഓക്കെ, ഇത് പ്രോട്ടോൺസിനെ കുറിച്ചിട്ട്, ഇത് ഇലക്ട്രോൺസിനെ കുറിച്ചിട്ട്. ആസ്പെക്ട്സ് പ്രോട്ടോൺസ്, പാപ്പ ഇലക്ട്രോൺസ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പാപ്പ അഥവാ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ നിർമ്മിച്ചിരിക്കുന്നത് VSSC ആണ്, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, തിരുവനന്തപുരത്താണ്. ഓക്കെ, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ട്രൈ ആക്സിയൽ ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ മാഗ്നറ്റോമീറ്റർ. അഡ്വാൻസ്ഡ് ട്രൈ ആക്സിയൽ ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ മാഗ്നറ്റോമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉപകരണമുണ്ട്. അതൊരു ഇൻസിറ്റു മാഗ്നറ്റിക് ഫീൽഡ്, ഞാൻ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ്, പ്ലാസ്മ, സോളാർ വിൻഡ്, ഇതിനെല്ലാം കുറിച്ച് പഠിക്കുന്നതിനായിട്ട് അല്ലേ ആയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഉപകരണങ്ങൾ. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കാനായിട്ടാണ് ലബോറട്ടറി ഫോർ ഇലക്ട്രോ ഒപ്റ്റിക്സ് ആൻഡ് സിസ്റ്റംസ് ബാംഗ്ലൂരാണ് അത് നിർമ്മിച്ചത്. മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കുന്നതിന് അഡ്വാൻസ്ഡ് ട്രയാക്സിയൽ ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ മാഗ്നറ്റോമീറ്റർ. ഓക്കെ, അത് പേരിൽ തന്നെയുണ്ട് മാഗ്നറ്റോമീറ്റേഴ്സ് എന്നൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ ഇത്രയും ഉപകരണങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടത് VSSC നിർമ്മിച്ചൊരു ഉപകരണം ഒന്നുകൂടി ഓർത്ത് വയ്ക്കുക, പാപ്പ. ഓക്കെ, പ്ലാസ്മ അനലൈസറാണ് VSSC നിർമ്മിച്ചത്. ISRO ആദിത്യ മിഷനുമായി ബന്ധപ്പെട്ട് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ നിർമ്മിച്ചിട്ടുള്ള ഒരു ഉപകരണത്തിൻ്റെ പേരെന്ന് ചോദിച്ചാൽ പാപ്പ അഥവാ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ മിഷൻ്റെ ഡയറക്ടർ, ഓക്കെ, പ്രൊജക്റ്റ് ഡയറക്ടറായിട്ട് ഒരു വനിതയാണ്, പ്രശസ്തിയായിട്ടുള്ളൊരു വനിതയാണ്. ഒന്ന് ഓർത്തിരിക്കുക, നിഗർ ഷാജി. അവരുടെ പേര് നിഗർ ഷാജി എന്നാണ്. ആ വനിതയാണ് ഈ മിഷൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഓർത്തിരിക്കുക, ഈ മിഷനുമായി ബന്ധപ്പെട്ട് ചില രാജ്യങ്ങൾ ഉപകരണങ്ങൾ ഞാൻ പറഞ്ഞു നേരത്തെ, ഒരുപാട് രാജ്യങ്ങൾ ഒരുപാട് സോളാർ പ്രോബുകൾ വിവിധ L1-ലും L2-ലും വിക്ഷേപിച്ചിരിക്കുന്ന മറ്റ് സാറ്റലൈറ്റുകളെ കുറിച്ച് പറഞ്ഞു. എങ്കിലും ജപ്പാൻ്റെ ഒരു സാറ്റലൈറ്റാണ് ഹിൻഡോറോറി. ഇത് സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന സോളാർ, അതായത് സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് മറ്റ് രാജ്യങ്ങൾ അയച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സാറ്റലൈറ്റുകളാണിത്. ഓക്കെ, ഈ പേരിൽ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഹിനോഡെ, യോക്കോഹ അല്ലേ, ഇതെല്ലാം ജപ്പാൻ്റെയാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ചൈനയുടേത് ഉണ്ട്, അഡ്വാൻസ്ഡ് സ്പേസ് ബേസ്ഡ് സോളാർ ഒബ്സർവേറ്ററി ASO. ഓക്കെ, അഡ്വാൻസ്ഡ് സ്പേസ് ബേസ്ഡ് സോളാർ ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ASO എന്ന് പറഞ്ഞിട്ടുള്ളൊരു അത് സാധാരണ ചൈനയാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പ്രോബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിഷൻ. അത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയാണ് പ്രോബ. ഓക്കെ, പ്രോബ അത് ഓർത്തിരിക്കുക. അപ്കമ്മിങ് ആയിട്ട് വരുന്ന ഒരു മിഷനാണ്. 2024 വിക്ഷേപിക്കാൻ സാധ്യത. 2024-25 വിക്ഷേപിക്കുന്ന 2 മിഷനുകളാണ് പ്രോബ 3യും സ്മൈലും. ഓക്കെ, അതുപോലെ തന്നെ പാർക്കർ മിഷൻ USAയുടെയാണ്. സണ്ണുമായി ബന്ധപ്പെട്ടുള്ള പാർക്കർ മിഷൻ, അത് സാധാരണ ഒരുപാട് PSC എക്സാം ചോദിച്ചിട്ടായി കണ്ടിട്ടുണ്ട്. പാർക്കർ. ഓക്കെ, പാർക്കർ മിഷൻ അത് സോളാർ ഓർബിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഷൻ. 2 മിഷനും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാസയാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ആ വിശദമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാലം നമ്മളുടെ മൈൻഡിലുണ്ടാവും. ഈ മിഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് വരുമ്പോൾ ആ മിഷനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓർത്തെടുത്ത് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു ലോജിക്കലി നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, അതുപോലെ തന്നെ ഇതുപോലുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാം അല്ലേ, അതിനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ളൊരു ധാരണയുള്ളൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് തെറ്റാണോ ശരിയാണോ എന്ന് കൃത്യമായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യാൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മതി. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ ഡിസൈഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ആൻസർ കിട്ടും അല്ലേ. അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയുമാണ് ആദിത്യ L1 കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.